പ്രിയമുള്ള ഒന്നാം വർഷ ബയോളജി സയൻസിലെ കുഞ്ഞുങ്ങളെ, ഞാൻ ഡോക്ടർ പ്രകാശ് അലക്സ്, നിങ്ങളുടെ കെമിസ്ട്രി അധ്യാപകനാണ്, നിങ്ങളുടെ ക്ലാസ് ടീച്ചറാണ്. കോവിഡിന്റെ പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ നിങ്ങളുമായിട്ട് മുഖാഭിമുഖം കാണുവാനോ നിങ്ങളെ പഠിപ്പിക്കുവാനോ സാധിക്കുന്നില്ലെങ്കിലും ഓൺലൈൻ മാധ്യമത്തിലൂടെ നിങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുക. വിക്ടേഴ്സ് ചാനലിലൂടെ നമ്മൾ ഓരോ ക്ലാസ്സുകളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചില കുഞ്ഞുങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം കെമിസ്ട്രിയുടെ ഒന്നാമത്തെ അധ്യായം മുതൽ കോവിഡിന്റെ ഭീഷണി തീരുന്നത് വരെ നിരന്തരമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ രീതിയിൽ തരുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ തരുന്ന നോട്ടുകളും ക്ലാസ്സുകളും വളരെ സൂക്ഷ്മതയോടുകൂടി പഠിക്കുക. ഈ ഭാഗങ്ങളിൽ നിന്ന് മാത്രമേ വലിയ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയുള്ളൂ എന്ന് ഞാൻ ഉറപ്പു തരികയും കൂടിയാണ്. നമുക്ക് ഒന്നാമത്തെ അധ്യായമായ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ആ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. അതിന് മുന്നൊരുക്കമായിട്ട് ഞാൻ നിങ്ങൾക്ക് നോട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. ആ നോട്ട് കൂടി നിങ്ങൾ ഇതോടൊപ്പം വെച്ച് വേണം ഈ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിക്കുവാൻ വേണ്ടിയിട്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കെമിസ്ട്രി എന്ന പദം നമുക്ക് സുപരിചിതമാണ്. വാട്ട് ഈസ് കെമിസ്ട്രി എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും മറുപടി പറയുക? അത് തന്നെ, ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് കോമ്പോസിഷൻ, സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ് ആൻഡ് യൂസസ് ഓഫ് മാറ്റർ. ഇപ്പൊ 4 കാര്യങ്ങളാണ് നമ്മൾ കെമിസ്ട്രിക്കകത്ത് പഠിക്കുന്നത്. ഒന്ന്, കോമ്പോസിഷൻ. എന്താണ് കോമ്പോസിഷൻ? എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഒരു മാറ്റർ നിർമ്മിതമായിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് കോമ്പോസിഷനകത്ത് നമ്മൾ പഠിക്കുക. ആറ്റംസ്, മോളിക്യൂൾസ്, അയോൺസ്, അവയുടെ കെമിക്കൽ ബോണ്ടിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കോമ്പോസിഷനകത്ത് പഠിക്കുക. തുടർന്ന് രണ്ടാമത് നമ്മൾ പഠിക്കുന്നതാണ് സ്ട്രക്ചർ. എന്താണ് ആറ്റത്തിന്റെ സ്ട്രക്ചർ, അറ്റോമിക് സ്ട്രക്ചർ? നമ്മുടെ രണ്ടാമത്തെ അധ്യായത്തിന്റെ പേരും അറ്റോമിക് സ്ട്രക്ചർ എന്നുള്ളതാണ്. അയോണിക് സ്ട്രക്ചർ, കെമിക്കൽ ബോണ്ടിങ്, അതിന്റെ വിവിധങ്ങളായിട്ടുള്ള വശങ്ങൾ, ഹൈബ്രിഡൈസേഷൻ തുടങ്ങിയ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്ട്രക്ചറിന്റെ കീഴിൽ നമ്മൾ പഠിക്കുന്നു. പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസും. കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് എല്ലാ കെമിക്കൽ റിയാക്ഷൻസും നമ്മൾ അവിടെ പഠിക്കുന്നു. റെഡോക്സ് റിയാക്ഷനെ കുറിച്ച് പഠിക്കുന്നു, ഇക്വിലിബ്രിയത്തിനെ കുറിച്ച് പഠിക്കുന്നു, തെർമോഡൈനാമിക്സിനെ കുറിച്ച് പഠിക്കുന്നു. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ അവിടെ പഠിക്കുക. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതിന്റെ പൊതുവായിട്ടുള്ള ഭൗതിക ഗുണങ്ങളെ കുറിച്ചും പഠിക്കും. അവസാനം നമ്മൾ പഠിക്കുക എന്താണ് ഈ ദ്രവ്യത്തിന്റെ ഉപയോഗം, എന്താണ് യൂസസ് ഓഫ് മാറ്റർ. നമ്മൾ സോഡിയം ക്ലോറൈഡിന്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10ഓ 20ഓ ഉപയോഗങ്ങൾ നമുക്ക്, അതിനപ്പുറം നമുക്ക് ഉപയോഗങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. കറിക്കകത്ത് ഉപയോഗിക്കുക എന്ന ഒരു സിംഗിൾ ഉപയോഗം മാത്രമേ നമ്മൾ ചിലപ്പം കേട്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷേ അതിനപ്പുറം ഇഷ്ടംപോലെ ഉപയോഗങ്ങൾ നമുക്ക് ഈ ഉപ്പിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം മാറ്ററിനെ കുറിച്ചാണ് ഇതിനകത്ത് പഠിക്കുക. മാറ്ററിന്റെ വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങളെ കുറിച്ചും എല്ലാമാണ് ഇവിടെ പഠിക്കുക. ഇപ്പോഴും മാറ്റർ എന്താണ്, വാട്ട് ഇസ് മാറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മാറ്റർ ഇസ് എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് ഓക്കുപൈ സ്പേസ്. നമ്മൾ കുറച്ചുകൂടി ഒന്ന് മോഡിഫൈ ചെയ്യുന്നു. മാറ്റർ ഇസ് എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് ഓക്കുപൈ സ്പേസ് ദാറ്റ് വി ക്യാൻ ടച്ച്, വി ക്യാൻ സീ ആൻഡ് വി ക്യാൻ ഫീൽ. ഇങ്ങനെ 3 ഗണങ്ങളായിട്ട് നമ്മൾ അതിനെ തിരിച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുക. മാറ്ററിനെ പൊതുവായിട്ട് നമ്മൾ 2 രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഫിസിക്കൽ ക്ലാസിഫിക്കേഷനും രണ്ടാമത്തത് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഭൗതികമായിട്ടുള്ള ഗുണങ്ങൾ അനുസരിച്ച്, ഭൗതികമായിട്ടുള്ള സ്വഭാവങ്ങൾ അനുസരിച്ച് മാറ്ററിനെ നമുക്ക് പലതായിട്ട് തിരിക്കാം. ഇപ്പൊ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ ക്ലാസിഫിക്കേഷന്റെ കീഴിൽ വരുന്നത്. എന്താണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുക? മാറ്ററിന്റെ വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങൾ നമുക്ക് സുപരിചിതമാണ്. ഒന്ന് സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഈ 3 നമുക്കറിയാം. നമുക്ക് മാറ്ററിന് 13 രൂപങ്ങളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. 13. 10 പേരുകൾ ഞാൻ ഇപ്പോഴും മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെങ്കിൽ എഴുതിയെടുക്കുക. 1 സോളിഡ്, 2 ലിക്വിഡ്, 3 ഗ്യാസ്, 4 പ്ലാസ്മ, 5 ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അല്ലെങ്കിൽ ബോസോൺസ്, 6 ഫെർമി ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അല്ലെങ്കിൽ ഫെർമിയോൺസ്, 7 ഫെർമി സൂപ്പർ കൂൾഡ് കണ്ടൻസ്ഡ് സ്റ്റേറ്റ്, 8 ടൈം ക്രിസ്റ്റൽസ്, 9 എക്സൈറ്റോൺസ്, 10 റിഡ്ബർഗ് പോളറോൺസ്. ഇങ്ങനെ 10 രൂപങ്ങൾ അവിടെ ഉണ്ട്. ബാക്കി 3 കണ്ടുപിടിച്ചുകൊണ്ട് ഇരിക്കുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. ആറ്റം. ആറ്റം എന്ന് പറയുന്നത് മാറ്റർ ഇസ് മേഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ് വിച്ച് മേ ഓർ മേ നോട്ട് ഹാവ് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ്. അവർക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ സാധിക്കും, ചിലതിന് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ സാധിക്കത്തില്ല. അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. മാറ്ററിന്റെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് ആറ്റംസ്. മോളിക്യൂൾസ്.
ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് മോളിക്യൂൾസ് നമുക്ക് കിട്ടുന്നത്. ആറ്റംസ് കമ്പൈൻ ടുഗദർ ടു ഫോം മോളിക്യൂൾസ്. ഇറ്റ് ഇസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഹാവിംഗ് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ്. അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഉണ്ട്. ഇത് നമുക്ക് നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസിൽ എവിടേക്കാണ് നമുക്ക് കെമിസ്ട്രിയെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നത്? നമുക്ക് വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ പറയാം, കെമിസ്ട്രിയെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, കെമിസ്ട്രി ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഒരു ജീവിതമില്ല. കെമിസ്ട്രി എല്ലാ ഭാഗത്തും, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തുമായിട്ട് കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. കെമിസ്ട്രി പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഡെയിലി ലൈഫ്. കെമിക്കൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ഇമ്പോർട്ടന്റ് ഇൻ diverse areas such as weather pattern, functioning of brain and operation of computer. പിന്നെ നമുക്ക് കാണാം manufacturing of fertilizers, acids, salts, alkalis, polymers, drugs, soaps, metals, alloys and inorganic and organic chemicals. Chemistry plays an important role in meeting human needs. Then we are moving to the another session. That one is comparison among solids, liquids and gases. നമുക്കതിനെ പ്രധാനമായിട്ട് 4 കോളങ്ങളായിട്ട് തിരിച്ചിട്ട്, ഒന്നാമത്തതില് പ്രോപ്പർട്ടീസ്, ഒന്നാമത്തെ സ്റ്റേറ്റ് ആയ സോളിഡ്, രണ്ടാമത്തെ ലിക്വിഡ്, മൂന്നാമത്തത് ഗ്യാസ് എന്ന് നമുക്ക് തിരിക്കാം. നമുക്ക് സുപരിചിതമായിട്ടുള്ള കുറെ പ്രോപ്പർട്ടീസ് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഒന്നാമത്തത് ഷേപ്പ് ആൻഡ് വോളിയം. നമുക്കറിയാം സോളിഡ് അത് ഡെഫിനിറ്റ് ഷേപ്പോട് കൂടിയുള്ളതാണ്, ഡെഫിനിറ്റ് വോളിയം ഉള്ളതാണ്. ലിക്വിഡ് having definite volume but not definite shape. It attains the shape of a container. Then gas neither having definite volume nor shape. Then second one, intermolecular attraction. In solids it have very high, in liquid high, gas low. Then third one, packing. How the constituent particles are packed. In solids they are closely packed. In liquid they are loosely packed. In gas, they are very loosely packed. Then density. Solids have very high density. Liquids have low density. Then gases have very low density. Then compression. Solids, they are not compressible. We know that. In liquids, they are compressible. And in gas, they are highly compressible. Then diffusion. Diffusion means intermixing, the speed of intermixing. Solids does not have intermixing. That means they do not have diffusion. In liquids, diffusion takes place. In gas, diffusion takes place rapidly. Then what about the rigidity? Cardinal. Solids, they are highly rigid. Liquids, they are low rigid. Gases, they have very low rigidity. Then intermolecular space. The distance between two nearest particles. In solids, the distance is very low. In liquids, the distance is low. And in gas, the distance is very high. Then intermolecular free space, which one is also known as voids. Solids have very low void. In liquid, it have low void. In gas, they have very high voids. Then nature of matter. In the bulk level, matter can be classified as pure substance and impure substance. Pure substance എന്നും impure substance എന്നും നമുക്ക് ബൾക്കായിട്ടുള്ള നേച്ചർ നോക്കിയിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? പ്യുവർ സബ്സ്റ്റൻസ് ശുദ്ധമായിട്ടുള്ള ശുദ്ധ പദാർത്ഥങ്ങൾ. പ്യുവർ സബ്സ്റ്റൻസസ് അതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് എലമെന്റ് എന്നും രണ്ട് കോമ്പൗണ്ട് എന്നും. ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 elements and compounds. Elements ഒന്ന് ഡിഫൈൻ ചെയ്യാമോ? They are pure substances which contain only one type of atoms. ഒറ്റ ടൈപ്പ് ആറ്റങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ശുദ്ധ പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? എലമെന്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്കറിയാം, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, കോപ്പർ, അയൺ, കാർബൺ, ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ആ എലമെന്റുകൾ പീരിയോഡിക് ടേബിൾ നോക്കിയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ആ എലമെന്റ്സിനെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മെറ്റൽ, 2 നോൺ മെറ്റൽസ്, 3 മെറ്റലോയിഡ്സ്. മെറ്റൽസ് നമുക്ക് ആ പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ 82% എന്താണ്? മെറ്റൽസ് ആണ്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് അനവധി നമുക്ക് അവിടെ പറയാം. ഗോൾഡ്,
മഗ്നീഷ്യം, കോപ്പർ, ബെർലിയം, അലൂമിനിയം, മെർക്കുറി, സോഡിയം, അയൺ, ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് പറയാം. ഇനി മെറ്റലുകളെല്ലാം എന്താണ്? മോണോ അറ്റോമിക് ആണ് എന്ന് ഓർത്തിരിക്കുക. ഇനി നോൺ മെറ്റൽസ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് സുപരിചിതമാണ്. ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ, നിയോൺ, ഹീലിയം, ആർഗൺ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ, ഇങ്ങനെ ഇഷ്ടം പോലെ നമുക്ക് അവിടെ പറയാം. പിന്നെ ഇതിന് രണ്ടെണ്ണത്തിന് ഇടയ്ക്ക് നിൽക്കുന്ന, അതായത് മെറ്റലുമല്ല നോൺ മെറ്റലുമല്ല, രണ്ടുപേരുടെ സ്വഭാവം പൊതുവായിട്ട് കാണിക്കാൻ പറ്റുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത്? മെറ്റലോയിഡ്സ്. ദേ ആർ നോൺ ആസ് മെറ്റലോയിഡ്സ്. ആരൊക്കെയാ മെറ്റലോയിഡ്സ്? എക്സാമ്പിൾസ്: സിലിക്കൺ, ജർമേനിയം, ഗാലിയം, ഇൻഡിയം ആൻഡ് ബിസ്മത്ത്. ഇനി രണ്ടാമത്തെ ഒന്നാണ് എലമെന്റ് കഴിഞ്ഞാൽ മറ്റൊരു ശുദ്ധപദാർത്ഥമാണ് കോമ്പൗണ്ട്സ്. ദേ ആർ പ്യുവർ സബ്സ്റ്റൻസസ് കണ്ടെയ്നിങ് 2 or more different types of atoms. രണ്ടോ അതിലധികമോ വിവിധ തരത്തിലുള്ള ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ശുദ്ധപദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? കോമ്പൗണ്ട്സ്, സംയുക്തങ്ങൾ. ഉദാഹരണം H2O, അതിനകത്ത് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. അമോണിയ, നൈട്രജനും ഹൈഡ്രജനും ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണും ഓക്സിജനും ഉണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, എച്ചും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്, ക്ലോറിനും ഉണ്ട്. സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. SiO2, സിലിക്കൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ ക്വാർട്സ്, സിലിക്കൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. സോഡിയം ക്ലോറൈഡ്, സോഡിയവും ഉണ്ട്, ക്ലോറിനും ഉണ്ട്. കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ ചുണ്ണാമ്പ്, കാൽസ്യം കാർബണേറ്റ്, CaCO3. അപ്പൊ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കോമ്പൗണ്ടുകൾ നമുക്ക് സുപരിചിതമാണ്. ഇനി ഇംപ്യൂർ ആയിട്ടുള്ള സബ്സ്റ്റൻസുകളെ കുറിച്ചാണ് നമ്മൾ നോക്കേണ്ടത്. ആ ഇംപ്യൂർ സബ്സ്റ്റൻസുകളെ നമുക്ക് വേണമെങ്കിൽ മിക്സ്ചേഴ്സ് എന്ന് നമുക്ക് വിളിക്കാം. They are impure substances formed by mixing substances in any proportion. The substances mixed together, they are known as components. Mixtures are of two types. രണ്ട് തരത്തിലുള്ള മിക്സ്ചേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്, രണ്ട് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. ഹോമോജീനിയസ് ഒരേ ടൈപ്പ്, ഹെട്രോജീനിയസ് വിവിധങ്ങളായിട്ടുള്ള. അപ്പോൾ ഹോമോ എന്ന് പറയുമ്പോൾ ഒരുപോലെ. നമുക്ക് ഹോമോജീനിയസ്, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്നാൽ എന്ത്? ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്നാൽ എന്ത്? ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? ഇൻ ദ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് the components are completely mixed with each other and its composition is alike അല്ലെങ്കിൽ യൂണിഫോം ത്രൂ ഔട്ട്. എല്ലായിടത്തും ഒരുപോലെയാണ് അതിന്റെ കോൺസെൻട്രേഷൻ, കോമ്പോസിഷൻ എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഹോമോജീനിയസ് എന്ന് പറയും. പഞ്ചസാര വെള്ളം നമുക്ക് പരിചയമുണ്ട്. പഞ്ചസാര വെള്ളം, ആ പഞ്ചസാര വെള്ളത്തിനകത്ത് ഏറ്റവും മുകളിൽ നിന്നിട്ട് ഒരു സാമ്പിൾ എടുക്കുക, നടുക്കുന്നൊരു സാമ്പിൾ എടുക്കുക, ഏറ്റവും താഴെ നിന്നൊരു സാമ്പിൾ എടുക്കുക. മൂന്നെണ്ണത്തിനും ഒരേ മധുരമാണ് എന്ന് പറയുമ്പോൾ കോമ്പോസിഷൻ എല്ലായിടത്തും ഒരുപോലെയാണ്. അപ്പൊ അങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയും. എയർ ഈസ് ആൻ ഹോമോജീനിയസ് മിക്സ്ചർ. ഒരു പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. എയർ ഈസ് ഡാഷ് ടൈപ്പ് ഓഫ് മിക്സ്ചർ, ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. ദെൻ അലോയ്സ്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കോമ്പോസിഷൻ പലതരത്തിലാണ്. Here the composition is not uniformly distributed. എല്ലായിടത്തും ഒരുപോലെയല്ല അതിന്റെ കോമ്പോസിഷൻ എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയും. ഉദാഹരണം മിക്സ്ചർ ഓഫ് സാൻഡ് ആൻഡ് വാട്ടർ. വെള്ളവും മണ്ണോടെ എക്കൽ എന്ന് നമ്മൾ പറയും. അത് പലയിടത്താണ് അതിന്റെ കോൺസെൻട്രേഷൻ വരിക. ആ എക്കൽ വെള്ളം നമ്മൾ എടുത്ത് നമ്മളൊരു വലിയൊരു ട്യൂബിനകത്ത് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് മണ്ണ് മാത്രം അടിഞ്ഞു കിടക്കും. രണ്ടാമത്തെ ഭാഗത്ത് മണ്ണും വെള്ളത്തോടെ കലങ്ങിയ ഒരു ഭാഗം കിട്ടും. ഏറ്റവും മുകളിൽ പ്യൂർ ആയിട്ടുള്ള വെള്ളം നമുക്ക് കിട്ടും. അപ്പം മൂന്നിടത്ത് മൂന്ന് കോമ്പോസിഷൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. ഇനി ഇരുമ്പ് പല സ്ഥലങ്ങളിൽ ലഭ്യമാകുന്നത്, മണ്ണിൽ അവൈലബിൾ ആയിട്ടുള്ള ഇരുമ്പിന്റെ ശേഖരണം അത് പലയിടത്ത് പല രീതിയിലാണ്. ഗോൾഡ് അതുപോലെയാണ്. നമ്മുടെ ഇന്ത്യയിലെ ഒരു ഗോൾഡ് മൈനിനെ കുറിച്ച് പറയാമോ? ഒരു പേര് പറയാമോ? കോളാർ മൈൻസ്. അപ്പൊ അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള മിക്സ്ചേഴ്സ് നമുക്ക് പരിചയം. ഇനി നമുക്ക് പഠിക്കേണ്ട മറ്റൊന്നാണ് ഡിഫൈൻ ദ ടേംസ്. ഇത് നമുക്ക് പഠിക്കുവാൻ വേണ്ടി നമ്മൾ പോകുന്നത് ചില ബേസിക് ആയിട്ടുള്ള ടേമുകളെ കുറിച്ചാണ്. ഒന്ന് മാസ്. മാസ് ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ എ സബ്സ്റ്റൻസ്. ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ആണ്, ദ്രവ്യത്തിന്റെ അളവാണ്. വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വെയിറ്റ് ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ഗ്രാവിറ്റി ഓൺ ആൻ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന്റെ മുകളിലായിട്ട്
ഫോഴ്സ് ഭൂമി പ്രയോഗിക്കുന്ന ആ ബലത്തിനെ വിളിക്കുന്ന പേരാണ് വെയിറ്റ് എന്ന് പറയും. വെയിറ്റ്. ഇവിടെ നമ്മൾ അതിനെ കിലോഗ്രാമിലും ഗ്രാമിലും ഒക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. നമ്മുടെ ഇവിടെ 100 കിലോഗ്രാം ഉള്ള ഒരാൾക്ക് ചന്ദ്രനിൽ എത്രയായിരിക്കും ഭാരം? മാസ് എന്ന് പറയുന്നത് പിണ്ഡമെന്നും വെയിറ്റിനെ നമുക്ക് ഭാരമെന്നും നമുക്ക് മലയാളത്തിൽ സൂചിപ്പിക്കാം. ഇനി മൂന്നാമത്തെ ഒരു ബേസിക് ടേം ആണ് വോളിയം, വ്യാപ്തം എന്ന് പറയും. ദ സ്പേസ് ഓക്കുപൈഡ് ബൈ ദ മാറ്റർ. മാറ്ററിന് ഇരിക്കാൻ വേണ്ടുന്ന സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വോളിയം എന്ന് പറയും. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ ക്യൂബ് എന്നും മീറ്റർ ക്യൂബ് എന്നും ഡെസി മീറ്റർ ക്യൂബ് എന്നും നമുക്ക് വേണമെങ്കിൽ അതിനെ സൂചിപ്പിക്കാം. ഡെൻസിറ്റി എന്നാലും സാന്ദ്രത എന്ന് മലയാളത്തിൽ പറയും. ഡെൻസിറ്റി D is equal to മാസ് ബൈ വോളിയം. D is equal to M/V. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മാസിന്റെ യൂണിറ്റ് ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്, ഗ്രാം പെർ മീറ്റർ ക്യൂബ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, കിലോഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്, ഇങ്ങനെ നമുക്ക് സൂചിപ്പിക്കാം. അഞ്ചാമത്തെ ഒരു ടേം ആണ് ഹീറ്റ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. അത് എനർജിയുടെ ഒരു രൂപമാണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂള്, എർഗ്, കാലറീസ് എന്ന് നമുക്ക് സൂചിപ്പിക്കാം. അപ്പോഴാണ് നമ്മൾ ഓർക്കുന്ന മറ്റൊരു ടേം ടെമ്പറേച്ചർ എന്നാൽ. അതെന്ന് പറയുന്നത് ഈ ഹീറ്റിന്റെ ഡിഗ്രിയെ വിളിക്കുന്ന പേരാണ് എന്ത്? അതിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെൽഷ്യസ് സ്കെയിൽ നമുക്കറിയാം, ഫാരൻഹീറ്റ് സ്കെയിൽ നമുക്കറിയാം, കെൽവിൻ സ്കെയിൽ നമുക്കറിയാം. ഇനി മറ്റ് ഒരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. എന്ന് പറയുന്നത് സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറയും. സയന്റിഫിക് നൊട്ടേഷൻ. ഇൻ scientific notation, any number that can be represented in the form of n into 10 raised to എന്ന് പറയുന്ന രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറയും. ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട് 6534.511. അതിനെ നമുക്ക് വേണമെങ്കിൽ 10 raised to എന്നുള്ള ഒരു ടേമിലേക്ക് നമുക്ക് വേണമെങ്കിൽ മാറ്റി ഇങ്ങനെ പറയാം. 6.5345 into 10 raised to 3. അതുപോലെ വേറൊന്നും അവിടെ കൊടുത്തിട്ടുണ്ട് 0.00015 1.5 into 10 raised to -5 വേണമെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം. മറ്റൊരു ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ടേം ആണ് പ്രിസിഷൻ ആൻഡ് ആക്യുറസി. ഇതൊക്കെ അങ്ങനെ അങ്ങ് ചോദിക്കാറൊന്നുമില്ല, പരീക്ഷയ്ക്ക് ഇതുവരെയായിട്ട് അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല. ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് പ്രിസിഷൻ ആൻഡ് ആക്യുറസി. പ്രിസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഒരാള് ഒരു ഊഹ കണക്ക് പറയുന്നു, വേറൊരാൾ വന്നിട്ട് വേറൊരു കണക്ക് പറയുന്നു. ഒരു വസ്തു നമ്മൾ തൂക്കി നോക്കിയിട്ട് പറയുന്നു, ഒരാൾ പറയുന്നത് ഇതൊരു 5.5 കിലോ ഉണ്ടെന്ന് പറയുന്നു, വേറൊരാൾ വന്നിട്ട് പറയുന്നു അത് ഒരു 5.25 കിലോ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഡിഫറെന്റ് മെഷർമെന്റ്സ് ഈ എക്സാക്ട് വാല്യൂവിനോട് അടുത്ത് നിൽക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രിസിഷൻ എന്ന് പറയും. അതിന്റെ യഥാർത്ഥ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ആക്യുറേറ്റ് വാല്യൂ എന്ന് പറയും. ഇഫ് ദ ആവറേജ് വാല്യൂ of different measurement is close to the correct value, the measurement is called accurate. If the values of different measurements are close to each other, the measurement is said to be precise. Precision എന്ന് പറയുമ്പോഴത്തേക്ക് അടുത്തടുത്തുള്ള വാല്യൂസ് തമ്മിലുള്ള കണക്ഷൻ ആണ് പ്രിസിഷൻ. ആക്യുറസി എന്ന് പറയുമ്പോഴത്തേക്ക് ആ കറക്റ്റ് വാല്യൂവിനോടുള്ള ക്ലോസ്നെസ് എത്രമാത്രം അടുത്ത് നിൽക്കുന്നു എന്ന് പറയുന്നതാണ് ആക്യുറസിയിൽ നിന്നും. മറ്റെന്ന് പറയുന്നത് ഊഹ കണക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ മെഷർമെന്റുകൾ തമ്മിലുള്ള അനുബന്ധമാണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. മറ്റൊരു ടേം ആണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയും. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? പോയിന്റ് വരുന്ന ഒരു സംഖ്യയിൽ ഒരു സംഖ്യയുടെ കൃത്യത, അതിന്റെ സർട്ടനിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് പറയുന്നതാണ് ഈ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുക. ദ ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് in a number including the last digit whose value is uncertain. ആ പോയിന്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ പോയിന്റ് ഉൾപ്പെടുന്ന ഒരു വാല്യൂ വന്നു കഴിഞ്ഞാൽ, ആ ഒരു സംഖ്യ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഓരോ ഡിജിറ്റിന്റെയും സർട്ടനിറ്റിയെ കുറിച്ച് പറയുന്നതാണ് എന്ത്? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഇനി റൂൾസ് ഫോർ ഡിറ്റർമിനിങ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് എല്ലാ നോൺ സീറോ അല്ലെങ്കിൽ സീറോ അല്ലാത്ത എല്ലാ ഡിജിറ്റുകളും എന്താണ്? സിഗ്നിഫിക്കന്റ് ആണ്. ഉദാഹരണം 576, അതിനകത്ത് 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇനി അതുപോലെ 5004, അതിൽ 2 പൂജ്യങ്ങൾ ഉൾപ്പെടുന്നു, പക്ഷേ 2 നോൺ സീറോകളുടെ ഇടയ്ക്കാണ് അത് കിടക്കുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് എന്തായിട്ട് കൗണ്ട് ചെയ്യണം?
ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് കൗണ്ട് ചെയ്യണം. അതുകൊണ്ട് അതിനകത്ത് ടോട്ടൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാം.